ഹായ്. എന്നോട് പലപ്പോഴും പലരും ചോദിച്ചൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് രമണ മഹർഷി? ഞാൻ ലൈവിൽ വരുമ്പോഴായാലും വീഡിയോസ് ചെയ്യുമ്പോഴായാലും എപ്പോഴും കോട്ട് ചെയ്ത് സംസാരിക്കുന്ന രമണ മഹർഷിയെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ബേസിക്കലി എൻ്റെ ലൈഫുമായിട്ട് രമണ മഹർഷിക്ക് വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ടും രമണ മഹർഷിക്ക് അടുത്ത ബന്ധമുണ്ടെന്നല്ല, എനിക്ക് എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹം എൻലൈറ്റൻഡ് ആയിരുന്നു എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഒരു യഥാർത്ഥ ബോധം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നൊരു വ്യക്തി. അതെങ്ങനെ ഈസിയായിട്ട് അച്ചീവ് ചെയ്യാമെന്ന് മനസ്സിലാക്കി തന്നൊരു വ്യക്തി. എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു ലോവസ്റ്റ് പോയിന്റിൽ ഏറ്റവും കൂടുതൽ ആങ്സൈറ്റിയൊക്കെ അനുഭവിച്ചിട്ടൊരു സമയത്ത് ഇപ്പോഴതില്ലെന്നല്ല, പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആങ്കർ എനിക്ക് തന്ന ഒരു വ്യക്തി. ഒരു നങ്കൂരം ഇട്ട് നിൽക്കാൻ എന്നെ സഹായിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. പിന്നെ അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് റിലേറ്റഡ് ടു രമണ മഹർഷി. അത് ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം അതെൻ്റെ അനുഭവം മാത്രമാണ്. എൻ്റെ അനുഭവത്തിന് വിലയൊന്നുമില്ല. നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ജോലി എന്താണ്? നമ്മുടെ റിയൽ പർപ്പസ് എന്ന് പറയുന്നത് ഗോയിങ് ബിയോണ്ട് ദി എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ഇല്ലാത്തൊരവസ്ഥ എത്തണം. കാരണം എക്സ്പീരിയൻസ് ഉണ്ടാകുന്നിടത്തോളം കാലവും നമ്മുടെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യാനൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിത്വം, ആ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി, ആ ഒരു ഈഗോ ഇല്ലാതാക്കി എല്ലാം ഒന്നായി മാറുന്ന അദ്വൈതം. അത് തന്നെയാണ് രമണ മഹർഷി പറഞ്ഞത്. ഒരുപാട് നമ്മുടെ ഒരു ബേസിക് അദ്വൈത കൺസെപ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഇതിനൊക്കെ പുറമെ വേറൊരു കാര്യം, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് വൈ രമണ മഹർഷി എന്നുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് ടീച്ചിങ് എന്ന് പറയുന്നത് സെൽഫ് എൻക്വയറി അല്ലെങ്കിൽ ഞാൻ ആരെന്ന് പറയുന്ന പ്രാക്ടീസ് അല്ല. അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് ടീച്ചിങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വരുന്ന സൈലൻറ്റ് എമിനേഷൻസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം നിശബ്ദമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും പരക്കുന്ന ഒരു വൈബ്രേഷൻ, അല്ലെങ്കിൽ അദ്ദേഹം സെൽഫായിട്ട് ഇരിക്കുമ്പോൾ സെൽഫ് ഐഡൻറ്റിഫിക്കേഷനിൽ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈഗോ സെൽഫ് അല്ല, ശുദ്ധമായ ബോധത്തിനാണ് ഇവിടെ സെൽഫ് എന്ന് അദ്ദേഹം എപ്പോഴും പറയുന്നത്. ആ ഒരു സെൽഫായി ഇരിക്കുമ്പോൾ ഒരു എനർജി ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു എനർജി ഫീൽഡിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു സൈലൻസിൽ ആ ടീച്ചിങ് മനസ്സിലാക്കാൻ സാധിക്കും. സൈലൻസ് ആണ് യഥാർത്ഥ ടീച്ചിങ് രമണ മഹർഷിയുടെ. പക്ഷേ പലർക്കും അത് റിസീവ് ചെയ്യാനുള്ളൊരു വേവ് ലെങ്തിലായിരിക്കില്ല അവർ. അപ്പോൾ അവരുടെ മനസ്സ് അത്രയും ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പോൾ മനസ്സിനെ കാം ചെയ്യാൻ അവർക്ക് ആ ഒരു ബേസിക് റിയാലിറ്റി കോംപ്രഹെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് എന്തെങ്കിലും ഒന്ന് ചെയ്താലേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു ആശ്വാസമായിട്ടാണ് അദ്ദേഹം സെൽഫ് എൻക്വയറി പ്രാക്ടീസ് കൊണ്ടുവന്നത്. അപ്പോൾ രമണ മഹർഷിയുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ഇല്ലാതായി പോയെങ്കിലും നിങ്ങൾക്ക് രമണാശ്രമത്തിൽ പോയാലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നാലും ശുദ്ധമായ ബോധം എല്ലാത്തിലൂടെയും അല്ലെങ്കിൽ എല്ലാത്തിലൂടെയും പ്രവഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. ആ ഒരു സൈലൻറ്റ് എമിനേഷൻസ് ഫീൽ ചെയ്യാനുള്ള ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വീട്ടിലോ ഇരുന്നാൽ മതി, വീട്ടിലെന്നല്ല എവിടെ ഇരുന്നാലും നിങ്ങൾക്കത് സാധിക്കും. അതൊരു കാര്യം. ഇനി സെൽഫ് എൻക്വയറിയെ പറ്റി അല്ലെങ്കിൽ ഞാൻ ആര് എന്നുള്ള പ്രാക്ടീസിനെ പറ്റി ഒന്നും കൂടി പറയാം. അതായത് ഞാനിത് ചെയ്ത് മുമ്പൊരു വീഡിയോ ഇട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പലരും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇത് ചെയ്യുന്നത് വലിയ കുഴപ്പമാണ്, നമുക്കൊരു സ്പിരിച്വൽ ഇത് വേണം, എന്താ പറയുക, ഒരു സ്പിരിച്വൽ ഹയർനെസ് വേണം, നമ്മളെ കണ്ണിലൂടെ കോസ്മിക് എനർജി കയറും, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ എനർജി റൈസിങ് ഉണ്ടാവും, ഇതുകൊണ്ട് മെൻ്റൽ സ്റ്റെബിലിറ്റി ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവാം, ഇതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. പല കമൻറ്റ്സ് വന്നു. ഇത് പലരും ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ കുണ്ടലിനി യോഗ, മറ്റേ ശാംഭവി മഹാമുദ്ര തൊട്ട് തുടങ്ങി സുദർശന ക്രിയ, ക്രിയായോഗ, ഇതുപോലുള്ള തീവ്രമായ ഫോഴ്സിങ് പ്രാക്ടീസുകളെല്ലാം നമ്മുടെ മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. 100% എന്നല്ല. നമുക്കൊരു ബേസിക് സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ, സാത്വിക മനോഭാവം ഇല്ലെങ്കിൽ അത് സംഭവിക്കും. പക്ഷേ സെൽഫ് എൻക്വയറി അങ്ങനെയല്ല. ഏതൊരു വ്യക്തിക്കും ചെയ്യാം. പ്രത്യേകിച്ച് ഏറ്റവും മടിയനായ വ്യക്തിക്ക് വരെ ചെയ്യാൻ പറ്റും. ഈ മറ്റ് പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ ചിട്ടയായ ജീവിതം ജീവിക്കുകയും ഒരു ശരിയായ പ്രോപ്പർ രാവിലെ എണീക്കുന്നു, കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നു, കൃത്യസമയത്ത് ഉറങ്ങുന്നു, എല്ലാം പെർഫെക്റ്റ്ലി ജീവിക്കുന്ന മനസ്സിനെ ഒരു സ്റ്റെബിലിറ്റിയിൽ നിർത്തുന്ന ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. സെൽഫ് എൻക്വയറി അങ്ങനെയല്ല, ആർക്കും ചെയ്യാൻ സാധിക്കും. നമുക്ക് സെൽഫ് എൻക്വയറിക്ക് 2 വഴികളെ അല്ലെങ്കിൽ 2 ഉത്തരമേ ഉണ്ടാവൂ, അല്ലെങ്കിൽ 2 ഫോർവേഡിങ് പോയിന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതൊക്കെയാണത്? ഒന്നുകിൽ നിങ്ങൾക്ക് ജ്ഞാനം, ബോധോദയം, അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ പ്യുവർ അവയർനെസ് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്വസ്ഥവും സമാധാനമുള്ളൊരു മനസ്സിനുടമയാവും. ഇത് 2 കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇത് ചെയ്യാൻ ഇന്ന സമയത്ത് അരമണിക്കൂർ ചെയ്യണം, ഇത്ര മണിക്ക് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കത് 24 ഹവേഴ്സാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ഏത് ലൈഫ് സ്റ്റൈൽ ജീവിക്കുമ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾ കുറച്ചും കൂടി ഒരു സാത്വിക ലൈഫ് സ്റ്റൈൽ ജീവിച്ചാൽ കുറച്ചുകൂടി ഫാസ്റ്റ് റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ
കടിച്ചു പിടിച്ചിരിക്കുകയോ അരമണിക്കൂർ എവിടെയെങ്കിലും പോയി കുത്തിയിരുന്നിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഇത്. ഇത് വളരെ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായി ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ഞാനെന്ന് പറയുന്ന ആ ഒരു സെൽഫ് ഐഡന്റിറ്റിയിൽ ഒന്ന് നോക്കുക. അതായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നോക്കൂ, ആരാണ് നോക്കുന്നത്, ആരാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ആ നോക്കുന്ന വ്യക്തി തന്നെയാണ് ആൾ. അപ്പോൾ ആ നോട്ടത്തിൽ തന്നെ നമ്മൾ അതായിട്ടിരിക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോയിലോട്ട് നോക്കുമ്പോൾ ഹൂ ഈസ് സീയിങ്, ആരാണിത് കാണുന്നത്, ആ വ്യക്തിയാണ്. ആ കാണുന്ന വ്യക്തി ആരോ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഞാൻ ഫോക്കസ് ചെയ്യാം. അതിന് ഞാൻ വെളിയിൽ നിന്ന് അതിലോട്ട് നോക്കുകയാണെങ്കിൽ അപ്പോഴും അതല്ല, അതിനാരാണോ നോക്കുന്നത് ആ അവയർനെസ് ആണ് ശരിക്കും ഞാനെന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഐഡന്റിറ്റി. അതായിട്ടാണ് ഇരിക്കേണ്ടത്. അത് മറക്കാതിരിക്കുക. ഇറ്റ്സ് കൈൻഡ് ഓഫ് കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഇഫ് യു സ്റ്റാർട്ട് ദ പ്രാക്ടീസ് ജെന്യുവൻലി ഇറ്റ് വിൽ കം ടു യു നാച്ചുറലി. നിങ്ങൾക്കത് നാച്ചുറലി വരും. ഇല്ലെങ്കിൽ രമണ മഹർഷി തന്നെ അതിൻ്റെ മറ്റേ ഞാൻ ആരെന്ന് പറയുന്ന ബുക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു ചെറിയ ബുക്കാണ്, വലിയ പൈസ ഒന്നുമില്ല, 10 രൂപ എന്തോ ഉള്ളതിന്. ആ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസ് വേർഷനുണ്ട്, അതിൻ്റെ ഒരു പാരഗ്രാഫ് വേർഷനുണ്ട്. അതിലും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഷയിലുള്ള ട്രാൻസ്ലേഷൻസും അവൈലബിൾ ആണ്. അത് നോക്കുക. ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഈ സെൽഫ് എൻക്വയറി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ഇത്തരം ലൈഫ് സ്റ്റൈൽ ജീവിക്കണം. ഇത്രയും ഉയർന്ന അവസ്ഥയിലുള്ള ആളായിരിക്കും. അല്ലെങ്കിൽ താഴ്ന്ന അവസ്ഥയിലാണെങ്കിൽ ചെയ്താൽ എന്തോ സംഭവിക്കും, കണ്ണിൽ കൂടെ കോസ്മിക് എനർജി കയറുമെന്നൊക്കെ. ഈ കണ്ണിൽ കൂടെ കോസ്മിക് എനർജി കയറുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും, ഒരു സ്വസ്ഥത ഉണ്ടാവും, നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റും. അതൊരു കൺഫർമേഷൻ ഉള്ള കാര്യമാണ്. അല്ലോ, യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നോക്കൂ, അൾട്ടിമേറ്റ്ലി ഞാൻ വിചാരിക്കുന്നത് എല്ലാത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒന്നും വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ഒരു ഡിസയറും ഇല്ലാതിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേർഷൻ. ഒന്നിനും അഡിക്റ്റ് ആവാതെ സ്വസ്ഥവും ശാന്തവുമായി അതായിരിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അൾട്ടിമേറ്റ് റിയാലിറ്റി. അല്ലാതെ എന്തെങ്കിലും നേടണമെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ ഞാൻ ആര് എന്ന് പറയുന്ന പ്രാക്ടീസിനോട് ഇമ്പോർട്ടൻസ് ഉള്ളത്. നോക്കൂ, ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ചെയ്ത് എന്തോ നേടാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പത്തിലേക്ക് നമ്മൾ പോയി വീഴും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും നേടാനില്ല. നേടാനുള്ളൊരു വ്യക്തി, എന്തെങ്കിലും നേടണമെന്ന് വിചാരിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ, അത് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രാക്ടീസിൻ്റെ ഒരു ഉദ്ദേശം. അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് നേടാനാണ്? കാരണം അവിടെ നേടാൻ ആളില്ലല്ലോ. ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും നേടണമെന്ന് തോന്നാൻ പറ്റും. സോ ബേസിക്കലി ഈ ഒരു സ്വസ്ഥമായ ജീവിതം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾ ഇത്തരം പ്രാക്ടീസുകൾക്കോ അഭ്യാസങ്ങൾക്കോ ഒന്നും പോകണമെന്ന് ഞാൻ പറയില്ല. കാരണം അത് തന്നെയാണ് റിയാലിറ്റി എന്ന് ഞാൻ പറയും. സമാധാനമുള്ള ജീവിതം. ഈ സമാധാനമുള്ള ജീവിതം അല്ലെങ്കിൽ സ്വസ്ഥമായ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിറച്ച പണവും നമുക്ക് നല്ല ആരോഗ്യവും എല്ലാം ഉള്ളൊരു സാഹചര്യമാണെന്ന് ദയവ് തെറ്റിദ്ധരിക്കരുത്. നോക്കൂ, ഇതെല്ലാം ഉള്ളപ്പോഴും നമുക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റും. ഇതൊന്നും ഇല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. അല്ലാതെ പണക്കാരനായതുകൊണ്ട് നമുക്ക് ബോധോദയം കിട്ടില്ല, അല്ലെങ്കിൽ പാവപ്പെട്ടവനായതുകൊണ്ട് മാത്രമേ നമുക്ക് ആത്മീയമായി ഉയരാൻ പറ്റൂ, അങ്ങനെ അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. എവിടെ ഇരുന്നാലും ഏത് അവസ്ഥയിലിരുന്നാലും സ്വസ്ഥമായിരിക്കാൻ പറ്റണം. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം പേടിക്കാൻ ഇവിടെ ഒരാളില്ല. പേടി എന്നൊരവസ്ഥ ഇവിടെ ഇല്ല. പേടി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ്റെ മറ്റൊരു പേരാണ്. നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന ആ ഒരു ഈഗോയുടെ വേറൊരു പേരാണ് പേടി. പേടിയും ഈഗോയും ഒക്കെ ഒന്ന് തന്നെയാണ്. സോ നിങ്ങൾക്ക് എപ്പോഴാണോ പൂർണ്ണമായി ഒരു ഭയവും ഇല്ലാതാവുന്നത് ആ നിമിഷം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സെൽഫായി മാറിയെന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അത് തന്നെയാണ് റിയാലിറ്റി. ഒന്നിനും അറ്റാച്ച്ഡ് ആവാതെ, ഒന്നും വേണ്ടാതെ എവിടെ ഇരുന്നാലും സ്വസ്ഥമായിരിക്കാൻ സാധിക്കണം. ഹിമാലയത്തിലെ ഏതെങ്കിലും വല്ല മഞ്ഞു കൂനയിൽ ഒരു ഡ്രസ്സും ഇല്ലാതെ നിങ്ങൾ മരിക്കാൻ പോകണമെന്ന് അറിയുന്ന നിമിഷത്തിൽ പോലും സ്വസ്ഥമായിരിക്കാൻ സാധിക്കണം. അതാണ് ലക്ഷ്യം. അതല്ലേ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയിലൂടെയൊക്കെയുള്ള യാത്ര. നോക്കൂ, ഒന്നും ചെയ്യാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ റിയാലിറ്റിയിൽ നിന്നുള്ള എസ്കേപ്പായി ആരും ഈ പ്രാക്ടീസിനെ കാണരുത്. ലൈക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് ഇന്ന പച്ചക്കറി മാത്രം കഴിച്ചുള്ളൊരു പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കില്ല ദയവേത്. അതൊക്കെ നമ്മൾ വീണ്ടും വേറെ വേറെ സെൽഫ് ഐഡൻറ്റിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു പണിയായിട്ട് മാറും. അതായത് ഞാൻ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന മറ്റൊരു വ്യക്തിയാണ്, ഞാനിപ്പോൾ എന്തോ സാത്വിക വ്യക്തിയാണ് എന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കൂടുതൽ കുഴപ്പത്തിലേക്കേ പോകുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന റിയാലിറ്റി, നമ്മൾ ജീവിതം ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും, നമുക്ക് അസുഖമുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അവഗണന, മറ്റു പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഇതിലെല്ലാത്തിലും കൂടെ ജീവിക്കുമ്പോൾ തന്നെ അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഈ സെൽഫ് എൻക്വയറിക്ക് സാധിക്കും. ഈ സെൽഫ് എൻക്വയറി എന്ന് പറയുന്ന പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേറെ ഒരുപാട് ഫിസിക്കൽ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ഒരു അല്പം മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന ബെനിഫിറ്റുകളൊക്കെ സംഭവിക്കുന്നതായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. ഡേവിഡ് ഗോഡ്മാൻ ഉൾപ്പെടെ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അതിനെപ്പറ്റി നിങ്ങൾ കൺസേൺ ആവേണ്ട കാര്യമില്ല. അതെന്താണെന്ന് അറിയേണ്ട ആവശ്യവുമില്ല. കാരണം നിങ്ങൾ എന്തെങ്കിലും നേടാൻ വേണ്ടി ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്നതേ തെറ്റാണ്. പിന്നെ എന്ത് ഉപയോഗം നിങ്ങൾക്ക് കിട്ടാനാണ്? നിങ്ങളൊന്നും നേടാതിരിക്കാനാണ് ചെയ്യേണ്ടത്. ഒന്നും നേടണമെന്നുള്ള ആഗ്രഹം തന്നെ ഇല്ലാതാവാൻ വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. ആ ആഗ്രഹം ഇല്ലാതാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായാൽ പോലും ഒരു പ്രശ്നമായിട്ട് മാറും.
സോ ബേസിക്കലി ലെറ്റ് ഇറ്റ് ബി. അതായിരിക്കുക, അതങ്ങ് വിട്ടേക്കുക. ഇതൊരു വലിയ ജോലിയൊന്നുമല്ല. ലൈഫ് എന്ന് പറയണത് ഒരു ഡ്രാമയാണ്. നമ്മുടെ ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞ പോലെ ഇതൊരു പ്ലേ ആണ്. അതിനങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. സ്വസ്ഥമായിരുന്നാൽ മാത്രമേ അത് എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മൾ വീട്ടിൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നിട്ട് സിനിമ തിയേറ്ററിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ സിനിമ തിയേറ്ററിൽ എത്ര മനോഹരമായ സിനിമ ഓടിയാലും നമ്മൾ വീട്ടിലെ ഗ്യാസിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കൂ, നമ്മൾ ഓഫായതെ മറന്നുപോയോ, അങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. സോ ആ ഒരു അവസ്ഥയല്ല നമുക്ക് വേണ്ട. സ്വസ്ഥമായ ഒരു മനസ്സാണ് നമുക്ക് വേണ്ട. ആ ഒരു മനസ്സിലെ തിയേറ്ററിൽ സിനിമ നല്ലപോലെ കാണുന്ന പോലെ നമുക്ക് ഈ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനും അതിനെയൊക്കെ ഫേസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടി പോയിരിക്കുന്ന ഒരു സേഫ് റൂം, ഒരു എസ്കേപ്പ് റൂമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസിനെയോ മറ്റേതൊരു സ്പിരിച്വൽ പ്രാക്ടീസിനെയോ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സിഗരറ്റ്, ആൽക്കഹോള് ഇതെല്ലാം പോലും ഒരു മൈനർ എസ്കേപ്പാണ് നമ്മുടെ മെൻ്റൽ ടോർച്ചർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രസൻറ്റ് മൊമെൻറ്റിലുണ്ട് സമാധാനം. നമ്മൾ അതിലേക്ക് വരാതെ നമ്മൾ മറ്റ് ലഹരികളിലേക്കൊക്കെ പോകുന്നു. ബട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒന്നിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കത് ഒരുപാട് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് പ്രത്യേക സമയമോ കാലമോ രൂപമോ വേഷമോ സ്ഥലമോ സാഹചര്യമോ ഒന്നും വേണ്ട. എവിടെയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.